Hi friends, welcome back to Sharika's vlog. അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് ID കാർഡ് നൽകുക എന്നതാണ് ഈ ദൗത്യത്തിന് പിന്നിലെ ആശയം. ഹെൽത്ത് കാർഡ് എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ ഇതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാർഡുടമയുടെ പേര്, ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനകളുടെ വിവരങ്ങൾ, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ വിവരങ്ങൾ, ഡോക്ടർമാരെ സന്ദർശിച്ച വിവരങ്ങൾ, രോഗനിർണയം, കഴിക്കുന്ന മരുന്നുകൾ തുടങ്ങി നിരവധി വിശദാംശങ്ങൾ ഹെൽത്ത് കാർഡിൽ ഉൾപ്പെടുത്തും. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അസുഖത്തിന് ചികിത്സ ആവശ്യമായി വരുമ്പോൾ ചികിത്സിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ രോഗചരിത്രത്തെക്കുറിച്ച് അറിയുവാനും ID സഹായിക്കും. ഹെൽത്ത് കാർഡ് ലഭിക്കുവാൻ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ കാർഡ് നമ്പറുമാണ് ആവശ്യമായിട്ടുള്ളത്. ഡിജിറ്റൽ ഹെൽത്ത് ID കാർഡിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. healthid.ndhm.gov.in/register എന്ന ലിങ്ക് ഓപ്പൺ ചെയ്താണ് ഹെൽത്ത് ID എടുക്കുവാനുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കേണ്ടത്. ഈ ഒരു വെബ് പേജിൽ സെൻറ്ററിലായിട്ട് ജനറേറ്റ് യുവർ ഹെൽത്ത് ID എന്നതിന് താഴെ ജനറേറ്റ് വിയ ആധാർ എന്നതിലും, ആധാർ ഇല്ലാത്തവർക്ക് ഐ ഡോണ്ട് ഹാവ് ആധാർ എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ID നിർമ്മിക്കാവുന്നതാണ്. ജനറേറ്റ് വിയ ആധാർ എന്നുള്ളതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുവാനുള്ള ഒരു ഭാഗം വരും. അതിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഐ എഗ്രി എന്നും ഐ ആം നോട്ട് എ റോബോട്ട് എന്നും ഉള്ള 2 ഓപ്ഷനുകൾ കാണും. അവയ്ക്കടുത്തുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക. രണ്ടിലും ടിക്ക് മാർക്ക് വന്ന ശേഷം താഴെ സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിലെ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അമർത്തിയാൽ തുടർന്ന് കാണുന്ന ബോക്സിൽ ഹെൽത്ത് IDയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SMS ആയി വരേണ്ട ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന OTP താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആധാർ കാർഡിലെ വിവരങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. താഴെ PHR അഡ്രസ് എന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം മറ്റാരെങ്കിലും ഓൾറെഡി എടുത്തിട്ടുള്ളതാണെങ്കിൽ മറ്റൊന്ന് കിട്ടുന്നതുവരെ യൂസർ നെയിം മാറ്റി മാറ്റി നൽകുക. PHR അഡ്രസ് @ndhm ആണ് അവസാനിക്കുന്നത്. മിനിമം 4 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. PHR അഡ്രസ്സായിട്ട് സെലക്ട് ചെയ്യുന്ന വാക്കിൽ ആൽഫബറ്റ്സും നമ്പറുകളും മാത്രമാണ് ഉപയോഗിക്കുവാൻ സാധിക്കുക. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കരുത്. PHR അഡ്രസ് നൽകിയ ശേഷം അതിന് താഴെ നിങ്ങളുടെ മെയിൽ ID കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PHR അഡ്രസ് അഥവാ ഹെൽത്ത് ID റെഡിയായി. ഇനി തുറന്നു വരുന്ന പേജിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഹെൽത്ത് ID കാർഡിന് താഴെയായിട്ട് ഡൗൺലോഡ് ഹെൽത്ത് ID കാർഡ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.